ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റുഡൻസ് ചോദിക്കും, മാം ഞങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ജോലികളാണ് കിട്ടുക, ഇപ്പോൾ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറവായിരിക്കില്ലേ, അങ്ങനെ കുറേ സംശയങ്ങൾ വരും. ശരിക്കും ഒരിക്കലും അങ്ങനെയല്ല, നമുക്കൊരു വൈഡ് ഏരിയ തന്നെ ഉണ്ട് നമുക്കൊരു അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞാൽ. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 3 months കോഴ്സിനെയാണ് കൂടുതലായിട്ടും കണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ GEC കുറച്ചും കൂടി അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് അഡ്വാൻസ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ടോപ്പിക്സുകളും അതിൻ്റെ കൂടെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബിസിനസ് ഏരിയാസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ HR, മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഇംഗ്ലീഷ്, IT, അതുപോലെ സോഫ്റ്റ് സ്കിൽ പോലെയുള്ള എല്ലാ സെഷൻസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ IT എന്ന് പറഞ്ഞപ്പോഴാണ്, ഈ IT ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ എല്ലാം മാനുവലി ആയിരുന്നു, ഇപ്പൊ എല്ലാം സിസ്റ്റമാറ്റിക്കലി ത്രൂ ആ പോകുന്നത്. ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും ഏതൊരു സെക്ടർ എടുത്തു കഴിഞ്ഞാലും IT-യുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു കുറേ വീട്ടമ്മമാരുണ്ട് നമുക്ക് പഠിക്കാൻ, കുറേ കരിയർ ഗ്യാപ്പ് വന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ഒരു ഓഫീസ് വർക്ക് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് അവർക്കൊരു കമ്പ്യൂട്ടർ നോളജ് വളരെ കുറവായിരിക്കും, അവർക്കൊരു പ്രാക്ടിക്കൽ നോളജ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ IT ലാബ് നമുക്കുണ്ട്. ആ ലാബ് ത്രൂ നമ്മൾ ഒരുപാട് പ്രാക്ടിക്കൽ നോളജ്, അതായത് ഈ IT, Excel ആയിക്കോട്ടെ, വേർഡ് ആയിക്കോട്ടെ, പവർ പോയിന്റ് ആയിക്കോട്ടെ, എല്ലാം ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു IT സ്കില്ല് നമ്മൾ വളരെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ എടുത്തു പറയേണ്ടതാണ്, നമ്മൾ IT ക്ലാസ്സുകളിൽ നമ്മൾ എപ്പോഴും പ്രാക്ടിക്കൽ സെഷൻസ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ മൈക്രോസോഫ്റ്റ് ടൂൾസ് കൂടാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ടൂളുകൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് AIൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു പെട്ടെന്ന് ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പം എത്രയും ചെറിയൊരു ടൈം സ്പാൻ്റെ ഉള്ളിൽ അവർക്ക് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കില്ല. അപ്പോൾ ഇത്തരം AI ടൂളുകൾ യൂസ് ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നല്ലൊരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഏറ്റവും നല്ലൊരു കാര്യമായിട്ട്, അല്ലെങ്കിൽ ഒരു ജോബിന് അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ ഒരു ചെറിയൊരു ഡ്യൂറേഷനിൽ പെട്ടെന്ന് സെറ്റിൽ ആവണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആൾക്കാരും. അങ്ങനെയുള്ളവർക്ക് ഈ GEC പോലുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള, അതേപോലെ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ചൂസ് ചെയ്യുക. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു GEC.